ഹായ് ഓൾ, വെൽക്കം ബാക്ക്. മർഹബൻ ബിക്കും യാ ജഫാലി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് അറബിക്കിൻ്റെ കുറച്ച് USSുമായിട്ട് ബന്ധപ്പെട്ട ഹർഫു ജറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഒന്നാമത്തെ ചോദ്യം, ഖതഫത്തിൽ ബിന്തു ഡാഷ്. അൽ അസ്ഹാറയാണോ, അൽ അസ്ഹാറു ആണോ, അൽ അസ്ഹാരിയാണോ, അൽ അസ്ഹാരിൻ എന്നാണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ എന്താണ് സെന്റൻസ്? എന്താണ്? ഖതഫത്ത് അൽ ബിന്തു, ഖതഫത്തിൽ ബിന്തു. ഖതഫ എന്ന് പറഞ്ഞാൽ പറിച്ചു, അൽ ബിന്തു പെൺകുട്ടി പറിച്ചു, പൂവ് പറിച്ചു എന്നാണ് നമ്മളെ സെന്റൻസ്. അതിൽ ഇവിടെ അൽ അസ്ഹാറയാണോ, അസ്ഹാരിയാണോ, അസ്ഹാറു ആണോ, അസ്ഹാരൻ എന്നാണോ? ഏതാണ് കറക്റ്റ് ആൻസർ? നിങ്ങൾ ഫാഇല്, ഫഇല്, മഫ്ഊല് പഠിച്ചിട്ടില്ലേ? ഈ സെന്റൻസിൽ ഏതാണ് ഫഇല്, ഏതാണ് ഫാഇല്, ഏതാണ് മഫ്ഊല്? ഖതഫ എന്ന് പറഞ്ഞാൽ എന്താ? പറിച്ചു. അതെന്താണ്? ഫഇലാണ്. അത് ഖതഫത്ത് വന്നത് എന്തുകൊണ്ടാ? ഇപ്പുറത്തുള്ള ഫായിൽ ആരാണ്? ബിന്താണ്. ബിന്താണെങ്കിൽ താ വരണം, മുഅന്നസിന്റെ താ വരണം. അപ്പോ ഖതഫത്ത് അൽ ബിന്തു, ഫഇല് വന്നു, ഫായിലും വന്നു. ഇനി ആരാണ് വരേണ്ടത്? മഫ്ഊല്, പ്രവൃത്തി ഏൽക്കുന്ന ആള്. അപ്പോ ഫഇല് വന്നു, ഫായില് വന്നു, ഇനി മഫ്ഊല് വരണം. അൽ അസ്ഹാർ, അസ്ഹാർ ആണ് മഫ്ഊല്. ഇനി മഫ്ഊലിന്റെ ഇഅ്റാബ് എന്താണ്? മഫ്ഊലിന് എന്താണ്? നസ്ബാണ് വരിക, ജറാണ് വരിക, കസ്റാണ് വരിക, ലമ്മാണ് വരിക? എന്താ വരിക? അൽ മഫ്ഊലു മൻസൂബ്. മഫ്ഊൽ എപ്പോഴും എന്തായിരിക്കും? മഫ്ഊൽ എപ്പോഴും മൻസൂബായിരിക്കും. ഖതഫത്തിൽ ബിന്തു അൽ അസ്ഹാറ, ഫതഹ ആയിരിക്കും വരിക. അൽ അസ്ഹാറ, ഓപ്ഷൻ സി, അൽ അസ്ഹാറ. ഖതഫത്തിൽ ബിന്തു അൽ അസ്ഹാറ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അകൽതു മൗസൻ, അൽ കലിമ തഹ്തഹ ഖത്തുൻ തുഷീറു ഇലാ. അകൽതു മൗസൻ എന്ന സെന്റൻസ്, അതിൽ മൗസൻ എന്നുള്ളതിന്റെ അടിയിൽ ഒരു അടിവരുണ്ട്, ഒരു ഖത്ത് ഉണ്ട് അടിയിൽ. ഓക്കെ, അത് എന്താണ് സൂചിപ്പിക്കുന്നത്? തഹ്തഹ ഖത്തുൻ തുഷീറു ഇലാ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആ സെന്റൻസിൽ അകൽതു മൗസൻ എന്ന സെന്റൻസിൽ ആ മൗസൻ, അകൽതു മൗസൻ എന്ന് പറഞ്ഞാൽ എന്താ? അകൽതു ഞാൻ തിന്നു, മൗസൻ ഞാൻ ഒരു പഴം തിന്നു എന്നാണ്. അപ്പോൾ അതിലെ ആ പഴം എന്ന വേർഡ് അതെന്താണ്, എന്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്? എ ഫായിലാണോ, ബി മഫ്ഊലു ബിഹി ആണോ, സി ഫിഇലാണോ, ഡി അംറാണോ? ഏതാണ്? ഓപ്ഷൻ ബി മഫ്ഊലു ബിഹി ആണ്. ഈ സെന്റൻസിൽ എന്താണ്? അകൽതു, അക്കല എന്ന് പറഞ്ഞാൽ തിന്നു, അകൽതു ഞാൻ തിന്നു. അപ്പോ അക്കല എന്നുള്ളത് ഫെയിലായി, അക്കൽതു ഞാൻ തിന്നു എന്ന് പറയുമ്പോൾ ഫായിൽ ആരാണ്? ഞാനാണ്. ഇനി എന്താണ് വരേണ്ടത്? ഇനി മഫ്ഊലു ബിഹി ആണ് വരേണ്ടത്. ഇവിടുത്തെ മഫ്ഊലു ബിഹി ആണ് എന്ത്? മൗസൻ എന്നുള്ളത്. മൗസൻ. അവിടെ മഫ്ഊലു ബിഹിന്റെ ഇഅ്റാബ് കണ്ടോ? നസ്ബാണ്. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ അൽ അസ്ഹാറ, ഇവിടെ വന്നതോ മൗസൻ. ഒക്കെ എന്താണ് വരിക? നസ്ബാണ് വരിക, ഫതഹിലാണ് വരിക, മഫ്ഊലു ബിഹി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലറബത്ത് ഫാത്തിമത ഖിത്തൻ, ലറബത്ത് ഫാത്തിമത ഖിത്തൻ. ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചു. ലറബത്ത് ഫാത്തിമ ഖിത്തൻ, ഫാത്തിമ പൂച്ചയെ അടിച്ചു. ഇവിടെ ഫാത്തിമ ആയതുകൊണ്ടാണ് എന്ത് വന്നത്? ലറബത്ത് എന്ന് വന്നത്. മുന്നസാണ്. മുന്നസാവുന്ന സമയത്ത്, ഫായിൽ മുന്നസാവുന്ന സമയത്ത് ഫീലിന് താ വരണം. ഓക്കെ, അൽ കലിമ തഹ്തഹ ഖത്തുൻ തുഷീറു ഇലാ. നേരത്തെ പറഞ്ഞതുപോലെ മൗസൻ എന്നുള്ളതിന്റെ അടിയിൽ വരട്ടില്ലേ, അതെന്തിനാ സൂചിപ്പിക്കുന്നത്? അതുപോലെ തന്നെ ചോദിക്കുകയാണ് എന്ത്? ഇതിന്റെ ഏതിലാണ്? ഫാത്തിമന്റെ അടിയിലാണ് വരാം. ഫാത്തിമ എന്നുള്ള പദം എന്തിനെ സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ഫാഇൽ, ഓപ്ഷൻ ബി ഫഇൽ, ഓപ്ഷൻ സി മഫ്ഊലു ബിഹി, ഓപ്ഷൻ ഡി മജ്റൂർ. ഏതാണ്? ലറബത്ത് ഫാത്തിമത ഖിത്തൻ, ഫാത്തിമ പൂച്ചയെ അടിച്ചു. ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചു. ലറബത്ത് ഫാത്തിമ ഖിത്തൻ, പൂച്ചയെ അടിച്ചു. അപ്പൊ അടിച്ചത് ആരാണ്? ഫാത്തിമയാണ്. അടിക്കുക എന്നുള്ള ഫഇല് ചെയ്തത് ആരാണ്? ഫാത്തിമയാണ്. അപ്പൊ ഫായിൽ ആരാണ്? ഫാത്തിമയാണ്. അപ്പൊ ഫാത്തിമ ആരാണ്? ഫായിലാണ്. ഓപ്ഷൻ എ ഫായിലാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അൽ ഉമ്മു ഡാഷ് തിഫിലൻ. ഓപ്ഷൻ എ യുറബ്ബി തിഫിലൻ, ഓപ്ഷൻ ബി തുറബ്ബി തിഫിലൻ, ഓപ്ഷൻ സി നുറബ്ബി തിഫിലൻ, ഓപ്ഷൻ ഡി ഉറബ്ബി തിഫിലൻ. ഏതാണ് കറക്റ്റ് ആൻസർ? സിമ്പിൾ ആണ് അല്ലേ? തുറബ്ബി തിഫിലൻ. കാരണം ഫായിൽ ആരാണ്? ഉമ്മയാണ്, മുഅന്നസാണ്. മുഅന്നസാകുന്ന സമയത്ത് തായിൽ തുടങ്ങണം. തുറബ്ബി അൽ ഉമ്മു തുറബ്ബി തിഫിലൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. اختر غير متجانس من المجموع. اختر غير متجانس. غير متجانس എന്ന് പറഞ്ഞാൽ യോജിക്കാത്തത്.
എഖ്തർ ഓയറു മുതജാനിസ് മിനൽ മജ്മൂ. താഴെ കൊടുത്ത ഗ്രൂപ്പിൽ നിന്നും യോജിക്കാത്തത് ഏതാന്ന് തെരഞ്ഞെടുത്ത് എഴുതാൻ. അതാണ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എഖ്തർ എന്ന് പറഞ്ഞാൽ നീ സെലക്ട് ചെയ്യുക. ഓപ്ഷൻ എ തബ്ഷൂറ, ഓപ്ഷൻ ബി മസാഹ, ഓപ്ഷൻ സി മസ്ഊദ്, ഓപ്ഷൻ ഡി സാഅദ. ഇത് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും എന്താണ്. സാഅദ ആണ് കറക്റ്റ് ആൻസർ അല്ലേ? കാരണം എന്താണ്, ബാക്കിയുള്ളതൊക്കെ ഇസ്മുകളാണ്. സാഅദ എന്ന് പറഞ്ഞാൽ എന്താണ്, സഹായിച്ചു, അത് ഫിഇലാണ്. ബാക്കിയുള്ളതൊക്കെ ഇസ്മുകളാണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി സാഅദ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഖ്തർ ഗൈറു മുതജാനിസ് മിനൽ മജ്മൂ. താഴെ കൊടുത്തിരിക്കുന്നതിൽ യോജിക്കാത്തത്, ഗ്രൂപ്പിൽ പെടാത്തത് ഏതാന്ന് സെലക്ട് ചെയ്യാനാണ്. ഓക്കെ, ഓപ്ഷൻ എ അഹ്മർ, ഓപ്ഷൻ ബി അജ്മൽ, ഓപ്ഷൻ സി അഹ്ലർ, ഓപ്ഷൻ ഡി അസ്റ. ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി അജ്മൽ. കാരണം എന്താണ്? ഓപ്ഷൻ എ അഹ്മർ, അഹ്മർ എന്ന് പറഞ്ഞാൽ റെഡ്. ഓപ്ഷൻ ബി അജ്മൽ, ഏറ്റവും ഭംഗിയുള്ളത് എന്നാണ്. ഇനിയോ ഓപ്ഷൻ സിയോ അഹ്ലർ, പച്ച. ഓപ്ഷൻ ഡി അസ്റഖ്, നീല. ബാക്കിയുള്ളതൊക്കെ കളറുകളാണ്. പക്ഷെ ഓപ്ഷൻ ബി അജ്മൽ, ഏറ്റവും ഭംഗിയുള്ളത് എന്ന് പറയാം. അപ്പോ ഗ്രൂപ്പിൽ പെടാത്ത ഏതാണ്? ഓപ്ഷൻ ബി അജ്മൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഖ്തർ ഗൈറു മുതജാനിസ് മിനൽ മജ്മൂ. വീണ്ടും ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ് സെലക്ട് ചെയ്യാനാണ്. കൂട്ടാത്തത് ഏതാണെന്ന്. ഓപ്ഷൻ എ അസ, ഓപ്ഷൻ ബി മഷ, ഓപ്ഷൻ സി ദഅ, ഓപ്ഷൻ ഡി റമ. ഏതാണ്? ഒക്കെ ഒരേപോലെ ഉണ്ട് അല്ലേ? പക്ഷെ ചെറിയ വ്യത്യാസം അല്ലേ? അസ എന്ന് പറഞ്ഞാല് വടി, മഷ നടന്നു, ദഅ വിളിച്ചു, റമ എറിഞ്ഞു. ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ എ അസ്വയാണ്. കാരണം മസ, ദഅ, റമ ഒക്കെ എന്താണ്? ഫിഇലുകളാണ്. നടന്നു, വിളിച്ചു, എറിഞ്ഞു ഫിഇലുകളാണ്. അസ്വ വടി ഇസ്മാണ്. അപ്പോ ഗൈറു മുതജാനിസ് ഏതാണ്? അസ്വ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഖ്തർ അൽ കലിമ അൽ മുതറാദിഫ ലിമരീദ്. കലിമ മുതറാദിഫ ലിൽ മരീദ്. രോഗിക്ക്, മരീദിന്റെ കലിമ മുതറാദിഫ ഏതാന്ന് സെലക്ട് ചെയ്യാൻ. കലിമ മുതറാദിഫ പറഞ്ഞാല് അറബിയിൽ തന്നെയുള്ള മറ്റൊരു വേർഡ് ഏതാന്ന് സെലക്ട് ചെയ്യാണ്. ഓപ്ഷൻ എ സഖീം, ഓപ്ഷൻ ബി തൊബീബ്, ഓപ്ഷൻ സി സഖീം, ഓപ്ഷൻ ഡി മുമർരിള. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി സഖീം. സഖീമാണ് രോഗിക്കുള്ള മറ്റൊരു പേര്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എഖ്തർ അൽ മുതറാദിഫ് ലി അബിൻ. അബുൽ, പിതാവ്. അബിന് മറ്റൊരു മുതറാദിഫ് ഏതാന്നുള്ളത് സെലക്ട് ചെയ്യാൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. വലദുൻ, ഓപ്ഷൻ എ വലദുൻ, ഓപ്ഷൻ ബി വാലിദുൻ, ഓപ്ഷൻ സി വസിയുൻ, ഓപ്ഷൻ ഡി മൗല. ഏതാണ്? സിമ്പിൾ ആണ് അല്ലേ? ഓപ്ഷൻ ബി വാലിദുൻ. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ ആൻസേഴ്സും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, മഅസ്സലാമ.